ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ഹോം മെയ്ഡായിട്ട് ഹെന്ന പേസ്റ്റ് എങ്ങനെ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ മെഷറിങ് സ്കെയിൽ കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഷുഗർ മെഷർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷറിംഗ് സ്കെയിലിൽ 0 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം ഓഫ് ഹെന്ന പൗഡറിന് 40 ഗ്രാം ഓഫ് ഷുഗർ, ഇതാണ് മെഷർമെൻറ്റ്. പിന്നെ നമ്മൾ എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഷുഗറിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കാണാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തത്. സോ 3 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് 40 ഗ്രാം മെഷർമെൻറ്റാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു ബൗളിൽ ഹെന്ന പൗഡർ, അത് 100 ഗ്രാമാണ്. അപ്പോൾ ഷുഗർ എടുത്തതുപോലെ തന്നെ ഞാൻ 0 സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ സ്പൂണിൽ 15 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100 ഗ്രാം മെഷർമെൻ്റ് ആക്കിയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു ബൗളിൽ തന്നെയാണ് ഹെന്ന മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ മെഷറിംഗ് സ്കെയിലിൽ 15 സ്പൂണാണ് ഞാൻ 100 ഗ്രാമിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ 3 ടേബിൾ സ്പൂണ്, ഹെന്ന പൗഡർ 15 ടേബിൾ സ്പൂൺ. ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്ത് നോക്കുക. ഹെന്ന പേസ്റ്റിൽ നമ്മൾ ഓർഗാനിക് എണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല. ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഓർഗാനിക് എണ്ണ ഉണ്ടാക്കുന്നത്. മെഷറിംഗ് സ്കെയിലൊന്നും ഇല്ല. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്ത് നോക്കും. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഫസ്റ്റ് കോണും നല്ല ഫ്ലോപ്പായിരുന്നു. പിന്നീടാണ് ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്യാൻ തുടങ്ങിയത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ആദ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ബിഗിനേഴ്സ് കിറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ബിഗിനേഴ്സ് കിറ്റ് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ കയ്യിലും ബിഗിനേഴ്സ് കിറ്റ് അവൈലബിൾ ആണ്, വേണ്ടവർ DM ചെയ്താൽ മതി. എസെൻഷ്യൽ ഓയിൽ മെഷർ ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ചെയ്ത മെഷറിംഗ് കപ്പാണിത്. ഇത് വീട്ടിലുള്ളതായിരുന്നു. 30 ml എസെൻഷ്യൽ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ ഒരു മെഷറിംഗ് കപ്പിലും നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ 30 ml എസെൻഷ്യൽ ഓയിൽ മെഷർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഒരുപാട് ലൂസ് ആവാതെ ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസി, അതാണ് നമുക്ക് ഡൈ റിലീസിന് മുന്നേ വേണ്ടത്. ഇത് വെള്ളവും ഹെന്ന പേസ്റ്റും ഷുഗറും കൂടി ഒന്ന് മിക്സായി കിട്ടുക, ഒരു തിക്കായിട്ട് മിക്സാക്കി എടുക്കുക, അത്രേ വേണ്ടൂ. പിന്നീട് നമ്മൾ ഡൈ റിലീസിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ലൂസായി നമുക്ക് വേണ്ട ഒരു സ്ട്രിങ്ങി സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡൈ റിലീസിന് മുമ്പ് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ബിഗിനറായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോർമൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിൽ എനിക്ക് ഈ ഒരു ഹെന്ന പൗഡറിന് വേണ്ടി വന്നത് 1 ഗ്ലാസും അതിൻ്റെ ഒരു 1/4 ഗ്ലാസ്, അത്രയാണ് ഞാനിതിൽ ആഡാക്കിയിട്ടുള്ള വാട്ടറിൻ്റെ മെഷർമെൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അതൊരു നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടിയില്ല, ഒരു തിക്കായില്ല, ലൂസായി പോയി എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ലൂസാണെങ്കിൽ തിക്കായിട്ട് എടുക്കാനും തിക്കാണെങ്കിൽ ലൂസാക്കാനും ഡൈ റിലീസിന് ശേഷം പറ്റും. അതിൽ സ്റ്റെയിനിന് ഒരു മാറ്റമൊന്നും വരില്ല. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കൺസിസ്റ്റൻസി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഡൈ റിലീസിന് ശേഷം സ്റ്റെയിനിലൊന്നും വ്യത്യാസം വരില്ല. ഇത് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒരു തിക്ക് പേസ്റ്റായിട്ട് എടുക്കലാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഓരോ ഹെന്ന പൗഡർ ഡിപ്പെൻഡ് ചെയ്തിട്ടേക്കും അതിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ക്രീനിൽ കാണുന്ന ഒരു തിക്ക് പേസ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഡൈ റിലീസിന് വെക്കുന്നതിന് മുന്നേ ഡൈ റിലീസ് വെക്കുക നമുക്ക് ഒന്നും കൂടി ലൂസായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ഡൈ റിലീസിന് ശേഷം ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കാം, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഹെന്ന പൗഡറും വാട്ടറും ഷുഗറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എസെൻഷ്യൽ ഓയിൽ മേലെ ഒഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഹെന്ന വർക്കൊക്കെ ചെയ്യുമ്പോൾ
പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് വരുന്നത്, പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവാതെയൊക്കെ ഇരിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ആയത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹെന്ന പേസ്റ്റ് ഡ്രൈ ആയി പോവില്ല, കൂടുതൽ നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയൊരു മെത്തേഡാണ്, ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ ഓയിൽ ഉള്ളിലോട്ടൊക്കെ എത്താൻ കൂടുതൽ ഹെൽപ്പാവും. അപ്പോൾ നമുക്ക് ഡൈ റിലീസിൻ്റെ ടൈമിൽ കൂടുതൽ ഓയിലൊക്കെ ഹെന്ന പേസ്റ്റായിട്ട് മിക്സ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഡൈ റിലീസിന് വെക്കാം. 6 to 8 ഹവേഴ്സാണ് ഡൈ റിലീസിൻ്റെ ടൈം. ഇതൊരു റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 8 ഹവേഴ്സ് വെക്കുന്നുണ്ട്. ഹെന്ന പേസ്റ്റ് ഡൈ റിലീസിന് ശേഷം എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡൈ റിലീസിന് ശേഷമുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ 8 ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം ഹെന്ന പേസ്റ്റിൻ്റെ ഡൈ റിലീസ് നടന്നോ എന്നുള്ള കാര്യം. ഇത് ഇങ്ങനെ തന്നെ ബൗളിൽ ചെയ്യണമെന്നില്ല, നമുക്ക് ക്ലീൻ ഷീറ്റ് വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ഒരു ബൗളുള്ളതുകൊണ്ട് ബൗളിൽ ചെയ്തതന്നേ ഉള്ളൂ. ഫോയിൽ പേപ്പറോ ക്ലീൻ ഷീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലീസിന് വെക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു റെഡിഷ് കളറും ഗ്രീനിഷും കൂടി മിക്സ് ആയിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡൈ റിലീസ് നടന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക മേലെ ഒരു റെഡ് കളറും അടിയിലോട്ടേക്ക് നമ്മൾ പേസ്റ്റ് നീക്കി നോക്കുമ്പോൾ ഒരു ഗ്രീനിഷ് കളറും ഉണ്ടാവുക. ഇത് നമ്മൾ ഓപ്പണാക്കി ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിൽ മേലെ ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരു സ്ലൈമി കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, ഇത് മീറ്റർ കൊണ്ടൊക്കെ മിക്സ് ചെയ്യും, പക്ഷേ എൻ്റെ കയ്യിൽ മീറ്റർ ഇല്ല. ഞാനിത് സ്പാറ്റിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്മൂത്ത് സ്ട്രിങ്ങി പേസ്റ്റ് കിട്ടും. നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും, നല്ലൊരു സ്ട്രിങ്ങി സ്മൂത്ത് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. പൈപ്പിംഗ് ബാഗിൽ സ്റ്റോക്കിംഗ് സോക്സ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിൽ ഹെന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഹെന്ന പേസ്റ്റ് അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റോക്കിംഗ് സോക്സിലൂടെയാണ് നമ്മൾ ഹെന്ന പേസ്റ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്ട്രെയിനിങ് മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ട് വരുന്നത്. കാരണം ഈ ഒരു സ്ട്രെയിനിങ് സ്റ്റേജ് നമ്മൾ സ്കിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ പേസ്റ്റിൽ ക്ലംസ് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹെന്ന വർക്ക് ചെയ്യാൻ പറ്റാതെയാവും. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിനിങ് പ്രോസസ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് എന്തായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, എന്നാലും നമ്മുടെ പേസ്റ്റ് നല്ല സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമ്മളെ വർക്കൊക്കെ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്ട്രെയിനിങ് പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. എത്ര സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് നമുക്ക് കിട്ടിയാലും സ്ട്രെയിനിങ് പ്രോസസ്സ് ഒഴിവാക്കാതിരിക്കുക. ഈ ഒരു സ്ട്രെയിനിങ് പ്രോസസ്സ് ഞാൻ നന്നായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതറിയാം, പക്ഷേങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ഇത് സ്കിപ്പ് ചെയ്ത് നമുക്ക് നല്ലോണം ക്ലംസൊക്കെ ഇല്ലയെന്ന് എത്ര ഉറപ്പുണ്ടെങ്കിലും ചില ആൾക്കാർ ബീറ്റർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ബീറ്റർ വെച്ച് ചെയ്താലും സ്ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഹെന്ന പേസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോക്കിംഗ് സോക്സ് ഫസ്റ്റ് കയ്യിൽ പിടിക്കുക, എന്നിട്ട് അത് മേലെ വരുന്ന രൂപത്തിൽ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ചിട്ട് ആ ഒരു സ്റ്റോക്കിംഗ് സോക്സ് പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് വലിച്ച് പിടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റോക്കിംഗ് സോക്സ് പുറത്തേക്ക് വരുന്ന രീതിക്ക് വയ്ക്കുക. എന്നിട്ട് ആ സ്റ്റോക്കിംഗ് സോക്സ് നന്നായിട്ട് നമ്മൾ വലിച്ചെടുക്കുക. അപ്പോൾ പേസ്റ്റ് ആ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ലാവും. ആ ഒരു ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ റബ്ബർ ഉണ്ടാവുമല്ലോ, റബ്ബർ കൊണ്ട് കുടുക്കി വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് നിന്നോളും. നമുക്ക് സ്റ്റോക്കിംഗ് സോക്സ് വലിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും.
ഇതിപ്പോൾ പേസ്റ്റ് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി കോൺ എങ്ങനെ റോൾ ചെയ്യാം, സീൽ ചെയ്യാം എന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പിന്നാണ് ഞാൻ യൂസ് ചെയ്യാറ്. കോൺ റോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് പിന്ന് പ്ലേസ് ചെയ്യുക, എന്നിട്ട് മെല്ലെ റോൾ ചെയ്തെടുക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് റെഡി ആവേണ്ടതാണ് കോൺ റോളിങ്. കാരണം എനിക്കും ഫസ്റ്റ് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് റോൾ ചെയ്യാനൊക്കെ ഞാനും പഠിച്ചത്. ഫസ്റ്റ് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, മിസ്റ്റേക്ക് വരും. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കോൺ റോൾ ചെയ്യുന്നത് പഠിച്ചെടുത്തത്. ഇപ്പോൾ ഒരു സെയിൽ ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലേക്ക് കോൺ റോൾ ചെയ്ത് സീൽ ചെയ്യാനൊക്കെ എനിക്കറിയാം, പഠിച്ചു. അതും പ്രാക്ടീസിലൂടെ മാത്രം പഠിച്ചതാണ്. ഞാൻ കോണിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട്. ആ കോണിൻ്റെ ആ ഒരു നീഡിലിൻ്റെ സൈസ് വരേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വലിക്കുന്നത് കൊണ്ട് നല്ലൊരു ആ നീഡിലിൻ്റെ ആ ഒരു പിൻ സൈസിലേക്ക് നമ്മളുടെ കോണിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിച്ചു കൊടുക്കുന്നത് ആ ഒരു പിന്നിൻ്റെ സൈസിൽ നമ്മുടെ വർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ടാപ്പ് വെച്ചിട്ട് മെല്ലെ റോള് ചെയ്ത് കൊടുക്കും. അങ്ങനെ റോള് ചെയ്യുമ്പോൾ എനിക്കവിടെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. പേസ്റ്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ പിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം താഴേക്ക് പേസ്റ്റ് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പോകാൻ. ഞാനിപ്പോൾ ഇത് മെഷർ ചെയ്യുന്നുണ്ട്, കാരണം എനിക്കിത് സെയിലാക്കാനുള്ള കോണാണ്. അതുകൊണ്ടാണ് മെഷർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഹെന്ന ഫില്ല് ചെയ്തതിന് ശേഷം ആ ഒരു പിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഹെന്ന താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പേസ്റ്റ് നന്നായിട്ട് ഒരു സ്റ്റക്കൊന്നും ഇല്ലാതെ താഴേക്ക് വരുന്ന കാണാം. ആ താഴേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ ടാപ്പ് വെച്ചിട്ട് ആ ഒരു കോണ് സീൽ ചെയ്യുന്നുണ്ട്. അത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് ലീക്ക് വരില്ല. ആ ഒരു പിന്ന് റിമൂവ് ചെയ്ത് പേസ്റ്റ് താഴേക്ക് ഫുള്ള് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്യാൻ. ടാപ്പ് വെച്ച് സീൽ ചെയ്താൽ നമുക്ക് മേലെ സീലിങ് ഈസി ആയിട്ട് ചെയ്യാം, താഴോട്ടേക്ക് ലീക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ലീക്സ് അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ടാപ്പ് വെച്ചിട്ട് നന്നായി സീൽ ചെയ്യാറുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് സീൽ ചെയ്യാറുണ്ട്. ഇതുവരെ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. നിങ്ങൾ സീൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്യാൻ ശ്രമിക്കുക. ബെസ്റ്റായിട്ട് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. നമ്മൾ ബെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവും. എത്രമാത്രം ജെന്യൂനായിട്ട് നിൽക്കുന്നോ അത്രത്തോളം നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവും. ഗുഡ് പീപ്പിൾസ് ലവ് ഗുഡ് വർക്ക്സ് എന്നാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജെന്യൂനായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ബിസിനസ്സിനും കാണും. പിന്നെ ഇതെൻ്റെ ലാബലാണ്. ഈ ഒരു ലാബിൽ ഫ്രീസർ ഫ്രണ്ട്ലി ആണ്. ഞാൻ ഈ ലാബിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് ഫ്രീസറിൽ വെക്കാറ്. ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്, കാരണം ഇതൊരു ഓർഗാനിക് കോണായത് കൊണ്ട് തന്നെ പുറത്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല. അത് സ്റ്റെയിനിനെ ബാധിക്കും, പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുക. ഇതിൽ കെമിക്കൽസ് ഇല്ല, അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.